ഇസ്ലാം അങ്ങനെ കുറെ ആളുകളെ കൊന്നൊടുക്കുക എന്ന് ലക്ഷ്യമാക്കിയിട്ടില്ല. അവർക്ക് അവരുടേതായ ആദർശം ഇവിടെ നിലനിർത്താൻ ആവശ്യമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിനോട് മുസ്ലിങ്ങളോട് പ്രതികരിക്കാൻ കഴിയാതെ വന്നു. മുസ്ലിങ്ങൾ തെളിവ് നിരത്തിയപ്പോൾ പരിശുദ്ധ ഖുർആൻ തന്നെ ധാരാളം തെളിവുകൾ ബുദ്ധിമാന്മാർക്ക് മനസ്സിലാകാൻ പറ്റും വിധം വ്യക്തമാക്കിയപ്പോൾ അതിനെ നേരിടാൻ, തെളിവുകൊണ്ട് നേരിടാനോ ഇതിനെ ബുദ്ധിപരമായി ഖണ്ഡിക്കാനോ കഴിയാതെ വന്ന അവർ എന്തു ചെയ്തു? ആയുധം കൊണ്ടുള്ള എടുത്തുചാട്ടത്തിലേക്ക് ഉളരുകയാണ് ചെയ്തത്. ഇമാം ബൈളാവി അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് എല്ലാ ഫിഖ്ഹിന്റെ കിതാബുകളിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും പറയുന്നത് കാണാം. തുഹ്ഫയിലും മോനിയിലുമൊക്കെ ഇത് നമുക്ക് കാണാം. വലൈസൽ മഖ്സൂദു മിനൽ ജിഹാദ്, ഇസ്ലാം പറയുന്ന ജിഹാദ് കൊണ്ടുള്ള ഉദ്ദേശമേ അല്ല ഖത്ലൽ കുഫാർ, മുസ്ലിങ്ങൾ അല്ലാത്തവരെ കൊന്നു കളയുക എന്ന ഒരു വിഷയം ഇവിടെ ഇല്ല. അത് ജിഹാദിന്റെ ഉദ്ദേശമല്ല. വൈന്നമൽ മഖ്സൂദു അൽ ഹിദായ, ഇവിടെ ഉദ്ദേശമുള്ളത് ജനങ്ങൾ നേർവഴിയിൽ ആകണം എന്നത് മാത്രമാണ്. ഫലൗ അംകനത്, ജനങ്ങൾ നേർമാർഗത്തിലാകാൻ ഇവിടെ സാധ്യമാകുമെങ്കിൽ ബിദ്ദലീൽ, തെളിവുകളെ നിരത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തി നന്മയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അതാണ് മുസ്ലിങ്ങൾ ലക്ഷ്യമാക്കുന്നത്. എന്നല്ലാതെ ഒരു അമുസ്ലിമിനെ ഇവിടെ കൊല നടത്തുക എന്നത് ഉദ്ദേശമല്ല. കാരണം ഒരാളെ കൊന്നതുകൊണ്ട് ആ ആദർശം ഇവിടെ ഇല്ലാതെ പോകുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാൻ മാത്രം വിഡ്ഢികൾ അല്ല മുസ്ലിങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കുറെ അമുസ്ലിങ്ങളെ കൊല ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ ലക്ഷ്യമല്ല. അതുകൊണ്ടല്ലേ നാം മനസ്സിലാക്കണം, ജിഹാദ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് തീവ്രവാദത്തിനെതിരിലായിരുന്നു, ഭീകര പ്രവർത്തനങ്ങൾക്ക് എതിരിലായിരുന്നു. ആ ജിഹാദ് തന്നെയും ആയുധമെടുക്കൽ തന്നെയും 15 കൊല്ലം കഴിഞ്ഞതിന് ശേഷം എപ്പോ പൂർത്തിമുട്ടിയപ്പോ, അതല്ലേ ഖുർആൻ തന്നെ പറയുന്നു. നേരത്തെ ഉസ്താദ് നമ്മളെ കേൾപ്പിച്ചില്ലേ, വഹും ബദഊകും അവ്വല മറ, അവരാണ് നിങ്ങളോട് ആയുധമെടുത്തുള്ള സമരത്തിന് തുടക്കം കുറിച്ചത്. നമ്മുടെ ഭാഗത്തോളം ആയുധമെടുത്തിട്ടില്ല, മുസ്ലിങ്ങൾ ആയുധമെടുത്തിട്ടില്ല, മുസ്ലിങ്ങൾ കുഴപ്പത്തിന് നിന്നിട്ടില്ല. പരമാവധി സൂക്ഷിച്ചു പോരുകയായിരുന്നു. എന്നിട്ട് തന്നെയും ആയുധമെടുത്തുള്ള സമരം നടന്നപ്പോൾ തന്നെയും എത്ര മാന്യമായ രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം. ധാരാളം ഡസക്കണക്കിന് സമരങ്ങൾ ആ കാലഘട്ടത്തിൽ പലയിടങ്ങളിലായി നടന്നിട്ടുണ്ട്. പ്രവാചകൻ പങ്കെടുത്തതും അല്ലാത്തതുമായി ആ ജിഹാദിലെല്ലാം കൂടെ എത്ര എണ്ണാണ് മരിച്ചത്? മൊത്തം ജനങ്ങൾ മുസ്ലിങ്ങളും അല്ലാത്തവരുമായി മൊത്തം 1000-ൽ ചില്ലറ ആളുകൾ മാത്രമാണ് മരിച്ചത്. നബി തങ്ങൾ ഉപദേശിച്ചു, നിരപരാധികൾ ഒരിക്കലും ഇതിന് ഇരയാകാൻ പാടില്ല. പാവപ്പെട്ട പെണ്ണുങ്ങൾ, കുട്ടികൾ, വയസ്സന്മാർ, അവർക്കൊന്നും അപകടം വരാൻ പാടില്ല. സമ്പത്ത് നശിക്കാൻ പാടില്ല. കൃഷികളും തോട്ടങ്ങളും നശിപ്പിക്കുന്നു സൂക്ഷിക്കണം. എന്നാൽ ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളോ യാതൊരു നീതിയും നെറിയുമില്ലാത്ത, ധാരാളം നിരപരാധികളെ കൊന്നൊടുക്കുന്ന യുദ്ധങ്ങൾ. ഇതൊരിക്കലും ഒരു തരത്തിലുമുള്ള യുദ്ധമായി കാണാൻ കഴിയില്ല. അത് തികച്ചും അക്രമമായിട്ട്, അനീതിയായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോ സ്വഹാബത്തോ മുഅ്മിനീങ്ങളോ ഇവിടെ മറ്റുള്ളവരുടെ ചോരക്ക് ദാഹിച്ചു നിൽക്കുന്നവരല്ല. ഇവിടെ സമാധാനം വേണം. സമാധാനത്തിനെതിരിൽ ഭീകര പ്രവർത്തനവുമായി, തീവ്രവാദവുമായി രംഗത്ത് വന്നവരെ മാത്രമാണ് അന്ന് 10-15 വർഷങ്ങൾ ക്ഷമിച്ച് നെല്ലിപ്പടി കാണുന്നതുവരെ ക്ഷമിച്ചു. എന്നിട്ട് അവസാനം ഗത്യന്തരമില്ലാതെ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ടി വന്നു. അത് തന്നെയും അവർ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി ഉണ്ടാക്കിയതാണ്. നമുക്കറിയില്ലേ, മദീനയുടെ അടുത്ത സ്ഥലമാണ് ബദർ എന്ന് പറയുന്നത്. മക്കയിൽ നിന്ന് 100-400 കിലോമീറ്റർ അകലെയുള്ള മദീന, അവിടത്തേക്ക് വളരെ സാഹസപ്പെട്ട് ഹിജറ പോയ, നാട് വിട്ടുപോയ നബിയും സ്വഹാബത്തും അവിടെയും സ്വസ്ഥമായി ജീവിക്കാൻ അയക്കാത്ത വിധം യുദ്ധത്തിന് വേണ്ടി
ബദറിന്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് എത്തുമ്പോഴാണ് യുദ്ധം നടക്കുന്നത്. നബി തങ്ങൾ ഇങ്ങോട്ട് വന്ന് മക്കയിൽ വന്ന് യുദ്ധം നടത്തിയതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരമാവധി ഒരു രക്തച്ചൊരിച്ചിൽ ഉപേക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം സൂക്ഷിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ അവസാനം ഗത്യന്തരമില്ലാതെ അങ്ങനെ ഒരു ആയുധമെടുത്തുള്ള സമരം അവിടെ നടക്കുകയാണ്. ഈ നടന്നത് തന്നെയും ഖുർആൻ പറയുന്നത് എന്താണ്? വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന. നാശം വിതക്കാനല്ല, പിന്നെയോ ഉള്ള നാശം ഇവിടെ ഇല്ലാതെയാക്കാനാണ്, സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കാനാണ്. അതാണ് നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ചു. എല്ലാം സമാധാനമായി. എല്ലാം സമാധാനമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് എന്താണ്? നേരത്തെ പ്രതിരോധിച്ച, നേരത്തെ ആക്രമിച്ച, യുദ്ധത്തിന് വേണ്ടി വന്ന, കുലവിളി നടത്തിയ അവരെല്ലാം നിലക്ക് നിർത്തണം എന്നല്ല, പ്രതികാരം ചോദിക്കണമെന്നല്ല. അന്നത്തെ ശത്രുപക്ഷത്തിന്റെ കമാൻഡറായിരുന്ന അബൂ സുഫിയാന്റെ വീട്ടിൽ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. അവരെ വീട്ടിലടക്കം ധാരാളം ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നബി തങ്ങൾ തുറന്ന് പ്രഖ്യാപിച്ചപ്പോൾ എത്ര വരെ പറഞ്ഞു? അബൂ സുഫിയാന്റെ വീട്ടിൽ ആര് ഒളിച്ചിരിക്കുന്നു അവനും നിർഭയമാണ്. അവൻ നിർഭയമായിക്കൊള്ളട്ടെ, യാതൊരു പ്രതികാരവും കിട്ടുന്നില്ല. പിന്നെന്താ ചെയ്തത്? നബി തങ്ങൾക്ക് അവിടെ എല്ലാം ഫത്ഹായി കിട്ടിയപ്പോ ഇനി ഇവിടെ ഒരാളും മുസ്ലിമല്ലാത്ത ഒരാളും ബാക്കി പാടില്ല, സ്വീകരിച്ചിട്ടില്ല. എത്ര മുസ്ലിമീങ്ങൾ മദീനത്ത് നമുക്കറിയില്ലേ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും ഖുലഫാഉർ റാഷിദ കാലത്തും ഒക്കെയും ആ രാജ്യങ്ങളിൽ നിന്ന് ജൂതന്മാർ, അമുസ്ലിങ്ങളായ ജൂതന്മാർ, ക്രിസ്ത്യാനികളൊക്കെ പലയിടങ്ങളിൽ ജീവിച്ചിരുന്നു. അവരുമായുള്ള സൗഹൃദമായ നിലപാടിലായിരുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്നെ പലപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ തോട്ടത്തിലേക്ക് പോകുന്ന ഒരു ഭാഗത്ത് ജൂതന്മാരുടെ മദ്രസ ഉണ്ട്. ആ മദ്രസയിൽ ചിലപ്പോഴൊക്കെ കയറി അവിടുത്തെ ആളുകളുമായി സമ്പർക്കം, ആശയവിനിമയം നടത്തും. സഹീഹുൽ ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറയുന്നത്, ആരാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരിച്ചിരുന്നപ്പോൾ അവർ സ്വീകരിച്ചോ? എന്ത്? ഇവിടെ ജൂതന്മാർ ജീവിക്കാൻ പാടില്ല, ക്രിസ്ത്യാനികൾ ജീവിക്കാൻ പാടില്ല, അപ്പോ മുസ്ലിങ്ങളല്ലാത്ത ആരും ജീവിക്കരുത് എന്നൊരു നിലപാടില്ല. പിന്നെയോ ഉണ്ടായത് ഈ ജിഹാദ് നടന്നത് തന്നെയും ഹത്താ ലാ തകൂന ഫിത്ന, നാശം ഇല്ലാതിരിക്കാനാണ്. എന്തേ അവർ ചെയ്ത നാശം? അവർ വലിയ തീവ്രവാദവും ഭീകരവാദവും നടത്തി. എന്തായിരുന്നു അവരുടെ തീവ്രവാദം? അബൂജഹലിന്റെ തീവ്രവാദം. അബൂജഹലും അദ്ദേഹത്തിന് അനുയായികളും നിലകൊള്ളുന്ന ആദർശമല്ലാത്ത ഒരാദർശത്തിന്റെ ഒരു അനുയായിയും ഈ മണ്ണിൽ ജീവിക്കാൻ പാടില്ല എന്ന തീവ്രവാദമായ നിലപാടായിരുന്നു. അതിനെതിരിൽ നിൽക്കുന്നവരെ വകവരുത്തുക എന്ന ഭീകര പ്രവർത്തനവുമായിരുന്നു. ഇങ്ങനത്തെ ഒരു തീവ്രവാദവും ഭീകരവാദവും നിലനിൽക്കാൻ പറ്റില്ല. ഇവിടെ ശാന്തിയും സമാധാനവും വേണം, സ്വസ്ഥമായി ജീവിക്കണം, അതിനെല്ലാവർക്കും അവകാശമുണ്ട്. ഇത് നേടിയെടുക്കൽ മാത്രമേ അന്നത്തെ ജിഹാദ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതല്ലേ ഖുർആൻ തന്നെ പറഞ്ഞ് ഉദീന ലില്ലദീന. കണ്ടോ ഖുർആൻ പറഞ്ഞ എന്താ?